ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, നമസ്കാരം. ജിയോ കിച്ചൺ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്കറിയുടെ ഷോ പോയി കാണിക്കുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം, പ്രത്യേകിച്ച് ഒരു സുഖലായിക വന്നിട്ടുമുണ്ട്, അതുകൊണ്ടൊരു ചെറിയ കാരണം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഓഫീസറാണ്. അപ്പോൾ എൻ്റെ ഒരു ഹോബി ആൻഡ് പാഷൻ, അതുകൊണ്ടാണ് ഞാൻ കുക്കറി ചെയ്യുന്നത്. അത് കുക്കറിയിലേക്ക് ഞാൻ തിരിഞ്ഞത് അതിൻ്റെ പേരിലാണ്. പക്ഷേ എൻ്റെ ഒറിജിനൽ തട്ടകം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗമാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പത്തിക രംഗത്തെ, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് സാമ്പത്തിക രംഗത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ ഷെയർ മാർക്കറ്റിനെ പറ്റിയാണ്. പിന്നെ അടുത്തത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഞാൻ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റിനെ പറ്റി നമ്മളുടെ അടുത്ത് പല തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാം വലിയ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പെട്ടെന്ന് സമ്പാദിക്കാം, പക്ഷേ അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെർട്ട് അഡ്വൈസർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്പെർട്ട് അഡ്വൈസർ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് TK ഏലിയാസ് എന്നാണ്. ബാങ്കിങ് രംഗത്ത് നല്ല പരിചയം ഉള്ള റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോൾ ഉള്ളി അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓതറൈസ് പേഴ്സണായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലിയാസ് സാറിനെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, വെൽക്കം ടു അവർ ഷോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് നീങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞതുമാതിരി നമ്മുടെ ചർച്ചയുടെ സബ്ജക്റ്റ് ഷെയർ മാർക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി സംബന്ധിച്ചിട്ടുള്ള ഷെയർ മാർക്കറ്റ്. ആൾക്കാർക്കെല്ലാം ഷെയർ മാർക്കറ്റ് എന്നൊക്കെ ഏറ്റവും നല്ല പരിചയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് ഷെയർ മാർക്കറ്റ്? ഒരു ലേമാൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ അതിൻ്റെ തരത്തിലാണ് ആൾക്കാർക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ സാർ ഉദ്ദേശിക്കുന്നത്. ഷെയർ മാർക്കറ്റ് എന്താണ് എന്ന് പറയും. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. നമ്മൾ ബാങ്കിൽ നിക്ഷേപം ഇടുന്നുണ്ട്, മറ്റു പല രീതിയിൽ നിക്ഷേപ പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഉദ്ദേശം വരുമാനം കിട്ടുക എന്നുള്ളതാണ്. ഷെയർ മാർക്കറ്റ് കമ്പനികളുടെ ഓഹരികൾ നമ്മൾ വാങ്ങി വയ്ക്കുക. ആ ഓഹരിയിൽ നിന്നും കിട്ടുന്ന വരുമാനം, കമ്പനികളുടെ ലാഭത്തിന്റെ വീതം നമുക്ക് കിട്ടുക. അതോടുകൂടി നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ എടുക്കുമ്പോൾ ആ കമ്പനിയുടെ ഒരു ഓഹരിക്കാരനായിട്ട് മാറുമ്പോൾ ആ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു പങ്കുകാരനായിട്ട് മാറുകയാണ്. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടുന്നു. കൂടാതെ ഈ ഓഹരിയുടെ വില മാർക്കറ്റിൽ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ആദായം കൂടി കിട്ടുന്നതാണ്. അതാണ് ഷെയർ മാർക്കറ്റ് കൊണ്ടുണ്ടാകുന്ന നേട്ടം. അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെയർ മാർക്കറ്റിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതിന് വല്ല സർക്കാരിൻ്റെ കൺട്രോളോ അല്ലെങ്കിൽ ആരെങ്കിലും കൺട്രോൾ ഉണ്ടോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബി എന്ന് ചുരുക്കപ്പേരിലാണ്. അവരുടെ കൺട്രോളിലാണ് ഷെയർ മാർക്കറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുപോലെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ എന്ന് പറഞ്ഞാൽ ഓഹരി എന്ന് മലയാളത്തിൽ പറയാം. ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ നമ്മൾ മൂലധനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന അതിന്റെ കോൺട്രിബ്യൂഷനാണ് ഓഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു ലേമാൻ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഫേസ് വാല്യൂ എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ ഫേസ് വാല്യൂ? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓഹരി മൂലധനത്തിന്റെ ഇത്ര രൂപ വിലയുള്ള ഒരു ഓഹരിയുടെ വില നിശ്ചയിക്കുന്നതാണ് ഫേസ് വാല്യൂ. പിന്നെ നമ്മുടെ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്നൊക്കെ പറയാറുള്ളൂ. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ മൂലധനം സ്വരൂപിക്കുന്നതിനായിട്ട് ഇനിഷ്യലായിട്ട് ഷെയർ ക്യാപിറ്റലിൽ അതിന്റെ അംഗീകൃത ഓഹരി മൂലധനം അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്യുന്നതിനാണ് പ്രൈമറി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ കമ്പനി കളക്ട് ചെയ്തിട്ടുള്ള മൂലധനം അവരുടെ ഓരോ ഷെയറുകളും നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി കൈമാറ്റം ചെയ്യാവുന്നതാണ്. ആ കൈമാറ്റം ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലൂടെയാണ് എന്ന് പറയും. IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IPO എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ നെയിം ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ളതാണ്. അപ്പൊ കമ്പനി മൂലധനം സ്വരൂപിക്കാനായിട്ട് ഇനിഷ്യൽ പബ്ലിക് ഓഫർ മൂലധനം സ്വരൂപിക്കാനായിട്ട് കമ്പനി ജനങ്ങളിൽ നിന്നും ഷെയർ കൊടുത്തുകൊണ്ട് സ്വരൂപിക്കുന്നതിന്റെ ആ ഒരു പ്രോസസ്സിനാണ് IPO എന്ന് പറയുന്നത്, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. പിന്നെ അടുത്തത് നമുക്കറിയാമല്ലോ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറയാമല്ലോ ട്രേഡിംഗ് നടത്താറുണ്ട്. ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭം നമ്മൾ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ ട്രേഡിംഗ് ആണെങ്കിൽ ഇൻസ്റ്റന്റ് പ്രോഫിറ്റ് ആണ്. അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ഓഹരികളിൽ നിന്നും ലാഭം കിട്ടുന്നത് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരാം.
അപ്പോൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓഹരിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓഹരി നമ്മൾ കൈമാറ്റം ചെയ്ത് വിൽക്കുമ്പോൾ അതിന് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലാഭമായിട്ട് കിട്ടും, കുറഞ്ഞു പോയാൽ നഷ്ടമായിട്ടും പോകും. അപ്പോൾ അതാണ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ. ട്രേഡിംഗിലെ സംഗതി ലാഭവും വരാം നഷ്ടവും വരാം. മിക്കവാറും ചെയ്യുന്നത് ഫേസ് വാല്യൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഈ ഫേസ് വാല്യൂവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഷെയർ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ നമ്മൾ വിൽക്കുന്ന സമയത്ത് 20 രൂപയോ 100 രൂപയോ 1000 രൂപയൊക്കെയും മാറാം, 10,000 രൂപയായും മാറാം. അങ്ങനെ വരുമ്പോൾ കൂടി വരുന്നതെല്ലാം നമുക്ക് ലാഭമാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരാൾ വ്യക്തിക്ക് IPO വഴി കിട്ടുന്ന 10 രൂപയുടെ ഷെയർ നമ്മൾ വിൽക്കുന്ന സമയത്ത് എത്ര വിലയുണ്ടോ അത്രയും കിട്ടുന്നത് കൂടി കിട്ടുന്നത് മുഴുവൻ നമുക്ക് ലാഭമാണ്. അത് ഷോർട്ട് ടൈം ആവാം, ലോങ് ടൈം ആവാം. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷെയർ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നു, സെക്കൻഡറി മാർക്കറ്റിൽ തന്നെ വിൽക്കുന്നു. അതാണ് ട്രേഡിംഗ്. അപ്പൊ നമ്മൾ വാങ്ങിയത് കൂട്ടിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് ട്രേഡിംഗിൽ ലാഭം കിട്ടി, വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിട്ടുപോയാൽ നമുക്ക് നഷ്ടം വന്നു. അതാണ് ട്രേഡിംഗ്. ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ ഇന്ന് സെബിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ധാരാളം ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, ഷെയർ ട്രേഡിംഗ് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ട്രേഡിംഗ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മള് പുതിയ തലമുറക്കാരെ ഡിജിറ്റൽ യുഗത്തിൽ ഡീമറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി ചെയ്യുന്നതിനാണല്ലോ ഇത് പറയുന്നത്. പണ്ടൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്, ഈ ഫിസിക്കൽ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഷെയർ മാർക്കറ്റിൽ ഈ ബ്രോക്കർമാർക്ക് എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഭയങ്കര ബഹളമാണ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെയൊക്കെ അവർ ഷെയർ ഇത് ട്രേഡ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രമാത്രം ബഹളമായിരുന്നു കണ്ടുപിടിച്ചത്. അതൊക്കെ മാറി ഇപ്പോൾ ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ മാത്രമേ നമുക്ക് ഷെയർ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ? അതെ, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമായിട്ട് ഷെയറുകൾ സൂക്ഷിക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നു, ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഓഹരി സൂക്ഷിക്കുന്നു. ആ വ്യത്യാസമാണ് നമുക്ക് പറയാം ഡിമാറ്റ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയാനുള്ളത്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇന്ത്യ ഗവൺമെന്റ് 2 കമ്പനികളാണ് ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്, CDSL എന്ന് ചുരുക്കപ്പേരെ പറയും. 2 നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, NSDL എന്ന് ചുരുക്കപ്പേര് പറയും. ഈ 2 കമ്പനികളാണ് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ആരംഭിച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള അധികാരപ്പെട്ട സ്ഥാപനങ്ങൾ. അതിന് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. അതുപോലെ ഈ സ്റ്റോക്ക്, ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണോ? അതെ, സ്റ്റോക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറലായിട്ട് പറയുന്ന പേരാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് ആ ഓഹരി മൂലധനത്തിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്നാണ് ഓഹരി മൂലധനത്തിന് പറയുന്നത്. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ട്രേഡിങ് ഈ BSE NSE എന്നൊക്കെ പറയുന്നതാണല്ലോ, അതൊക്കെ എന്തൊക്കെയാണത്? BSE എന്ന് പറഞ്ഞാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. ആദ്യ കാലങ്ങളിൽ ഇവിടെ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പിൽക്കാലത്ത് ഏതാണ്ട് 2000 കാലഘട്ടത്തിനോട് അടുത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത്. ഈ സെൻസെക്സ്, നിഫ്റ്റി 50 എന്നൊക്കെ പറയുന്നുള്ളൂ, അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? സ്ഥിരമായിട്ട് പേപ്പറിൽ കാണുന്ന ടേമാണ് സെൻസെക്സ് എന്നും നിഫ്റ്റി എന്നും കാണാനായിട്ട് കഴിയും. സെൻസെക്സ് എന്നുള്ളത് ഈ സ്റ്റോക്ക് ഓഹരി വിപണിയുടെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. ഈ സെൻസെക്സ് രൂപീകരിച്ചത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കീഴിലുള്ളതാണ്. സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന 30 സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് ആയിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. നിഫ്റ്റിയിൽ 50 സ്റ്റോക്കുകളുടെ ബെഞ്ച് മാർക്ക് ആയിട്ടാണ് നിഫ്റ്റി 50 ഇൻഡെക്സ് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൻസെക്സ് ഇൻഡെക്സ് പോയിന്റ്സ് ഉയർന്നു എന്നുള്ള പോയിന്റ്സിന്റെ ഏറ്റക്കുറച്ച് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആൾക്കാർ ഇറങ്ങുമ്പോൾ പലരും പറഞ്ഞ് വഞ്ചിക്കാറുണ്ട്. 1 മാസത്തെ കോഴ്സ് അല്ലെ ഒരാഴ്ചത്തെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയി ട്രേഡിങ് ചെയ്തോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം വരാനുള്ള ചാൻസ് എത്രത്തോളമാണ്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ കണ്ണും പൂട്ടി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടസാധ്യത കൂട്ടാനേ സാധ്യതയുള്ളൂ. അതേസമയം ഒരു സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കി എല്ലാ കമ്പനികളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലാഭമായിക്കൊള്ളുന്ന നിർബന്ധമില്ല. ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ കമ്പനി റെപ്യൂട്ടഡ് കമ്പനി ആയിരിക്കണം. ആ കമ്പനിയിൽ നിന്ന് നമുക്ക് ആ കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കമ്പനിയുടെ ഓഹരി മൂലധനത്തിലേക്ക് നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് നമുക്കും ആ ലാഭം കിട്ടും. അതേസമയം
പല കമ്പനികളും ഒരു പ്രവർത്തനം നന്നായി പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കമ്പനിയിൽ നമുക്ക് അത് പഠിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനികളിൽ പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടസാധ്യത കൂട്ടുകയും ചെയ്യും. അതുപോലെ ഈ നമ്മൾ കമ്പനികളുടെ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ബാലൻസ് ഷീറ്റ്, PE റേഷ്യോ എന്നൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താണ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഏത് കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോഴും ആ കമ്പനിയെ കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പല കമ്പനികളും നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ടാവാം. അവരുടെ മാനേജ്മെന്റ്, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായിട്ട് ഒരു കമ്പനിയിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ. അപ്പോൾ നല്ല പ്രൊമോട്ടേഴ്സ് ഉള്ള കമ്പനിയാണെങ്കിൽ ആ കമ്പനി നന്നായിട്ട് മാനേജ് ചെയ്തു പോകുന്നുള്ളത് നമുക്ക് ഒരു ധാരണ ഉണ്ടായി കിട്ടും. പിന്നെ ഫണ്ടമെന്റൽസ് നല്ലതാണെങ്കിൽ മാത്രമാണ് ആ കമ്പനി നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ധാരണ നമ്മൾ മനസ്സിലാക്കി വേണം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കമ്പനികളുടെ പ്രോഫിറ്റുകൾ ഒരു കമ്പനി തുടങ്ങിയിട്ട് കുറെ കാലം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് പോകുന്ന കമ്പനിയാണോ എന്നുള്ളത്. അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരിക്കലും നഷ്ടം വരാൻ സാധ്യതയില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുക എന്ന് പറയാം. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്, അതിന്റെ ഇൻക്രീസ് എങ്ങനെ വന്നിട്ടുണ്ട്, പിന്നെ സ്ഥിരമായിട്ട് പ്രോഫിറ്റിൽ വരുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ സ്ഥിരമായിട്ട് ലാഭം കിട്ടുന്ന കമ്പനികൾക്ക് അവർക്ക് നല്ല എമൗണ്ട് റിസർവ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനികളിലും നിക്ഷേപിക്കുന്നത് നല്ലതാണ്. പിന്നെയുള്ള കാര്യങ്ങൾ കമ്പനിയുടെ PE റേഷ്യോ ആണ്. PE റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ പ്രൈസും EPS-ഉം തമ്മിലുള്ള അനുപാതമാണ് PE റേഷ്യോ എന്നുള്ളത്. PE റേഷ്യോ താരതമ്യേന കുറവുള്ള കമ്പനിയാണെങ്കിൽ അതിൽ കമ്പനിയുടെ ഷെയറിനുള്ള വളർച്ച കൂടുതലാണ് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഷെയർ മാർക്കറ്റിനെ പറ്റി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുഴുവനായിട്ടില്ല, കാര്യങ്ങളൊക്കെ ഇനിയും മനസ്സിലാക്കാൻ കുറെ കൂടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സിന്റെ സൈഡിൽ നിന്ന് ഇതിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് അത് നമ്മുടെ ഈ സംരംഭത്തെ ഒന്ന് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഗുഡ് ബൈ.